ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ജേനൽ സ്റ്റേഡിയത്തിലാണ്, നമ്മുടെ കലൂരുള്ള ജേനൽ സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊരു വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ സമ്മതിക്കത്തില്ല. അപ്പോൾ കലൂരുള്ള ജേനൽ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ റൂം നോക്കാൻ പോയിരുന്നു കേട്ടോ. കാരണം ഇപ്പോഴുള്ള റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെസിലിറ്റീസ് കുറേ കുറവാണ്. ഈവൻ നമുക്കൊരു വീഡിയോ എടുക്കാനായാലും പിന്നെ ചെന്നിരിക്കാൻ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഹൗസല്ല. നമ്മൾ എന്താ പറയുക, പെട്ടുപോയെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ വേറൊരു റൂം നോക്കിയിട്ടുണ്ട്, നമുക്ക് ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ ടയേർഡായിട്ട്, കാരണം ഈ നോക്കി ഓടിയിട്ടൊക്കെ കുറേ ടയേർഡായി ഞങ്ങൾ. പിന്നെ അത് മാത്രമല്ല, വേറെ രണ്ട് മൂന്നല്ല കുറച്ച് വീഡിയോസ് നോക്കി. പിന്നെ അങ്ങനെ ഇടയ്ക്ക് വഴി വട്ടം ചുറ്റി, വഴി കുറച്ച് പിടിയില്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ സോൾവ് ആയി. പിന്നെ ഞങ്ങൾ എന്നിട്ട് ടയേർഡായി, മൊത്തത്തിൽ പറഞ്ഞ് ടയേർഡായി. കുറച്ച് മുന്നേ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് കാമായിട്ടിരിക്കുക. ഇവിടെ ഭയങ്കര എന്താ പറയുക, നല്ല വൈബാണ്, നല്ല കാറ്റ്, ചൂടൊന്നുമില്ല. പിന്നെ വന്നിരിക്കുക. പിന്നെ സൺഡേ അല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നേരത്തെയുള്ള വീടിൻ്റെ അപേക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ ഞാനിപ്പോൾ മേ ബി അങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഐ മീൻ വേണം എന്ന് വെച്ചാൽ എല്ലായിടും നല്ല ഫുൾ വേട്ടമാണ് കേട്ടോ. കാരണം ഒരു ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്ലേസും അതുപോലെ ഹൗസും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങളൊരു പിന്നെ ഇതുവരെ ഹൗസായിരുന്നു റെൻ്റ് എടുത്തിരുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈമായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കിയതാണ്. പിന്നെ കലൂര് നിങ്ങൾക്ക് പറയാണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമാണ്. ഇതൊരു റൗണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദേ ഈ മരത്തിൻ്റെ അവിടെ നിൽക്കുന്നതാണ്, ഇത് നമ്മുടെ ഞാവൽപ്പഴമാണ്. പിന്നെ ദേ ആ കാണുന്നതാണ് നമ്മുടെ കലൂർ മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ ഇത്രയും ടൈം ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിട്ടുണ്ട്. കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയും, കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയും. കാരണം മഴയും വെയിലും. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മഴൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം. ഞങ്ങളവിടെയൊക്കെ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇടുക്കി സൈഡാണ്. അപ്പം പുള്ളി അവിടെ വന്ന് കുറുക്കൻ്റെയും കോഴിയുടെയും കല്യാണം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്തു കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. ഇതേവനെ കണ്ടോ, ഇവനെ നോക്കി വെച്ചോണം കേട്ടോ. മുടി നോക്കണം, പക്ഷേ ഇവര് നോക്കണം. അതെ. അപ്പോൾ എന്തായാലും ഏകദേശം അത് ഓക്കെ ആയിട്ടുണ്ട്. ഓണറുടെ കുറച്ച് ഡിസിഷൻ ഞങ്ങൾക്ക് അറിയാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഓക്കെയാണ്. നമ്മൾ സംസാരിച്ചത് ഡീലാക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പോയതിന് ശേഷവും പിന്നെ അങ്ങോട്ട് പോകുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ശരിക്കും പറയാം, ഈ ഒരു വീഡിയോ എനിക്കൊരു ടോപ്പിക്ക് ആഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ നേരത്തെ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നോ, ഒരു പോർഷൻ. അതായത് ഞങ്ങൾ വീട് നോക്കി, ഓണർ ഓക്കെ ആയിട്ടുണ്ട്, അത് ഏകദേശം ഇതായെന്നുള്ളത്. 1 വീക്ക് ഏകദേശം ഞങ്ങൾ അതിനുവേണ്ടി എഫോർട്ട് എടുത്തു. കാരണം ഈ ഒരു വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 1 വീക്ക് ഞങ്ങൾ എഫോർട്ട് എടുത്തത്. ഈ 1 വീക്ക് കൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയും പോകണം. ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം, പിന്നെ അല്ലാതെ ടോക്കൺ കൊടുക്കണം. ടോക്കൺ ക്യാഷ് കൊടുത്തതിന് ശേഷം അഡ്വാൻസ് കൊടുക്കണം, ഇത്ര എമൗണ്ട് അഡ്വാൻസ് കൊടുക്കണം. അപ്പോൾ ഇതിനുള്ള ക്യാഷ് ഒപ്പിക്കാൻ ഞങ്ങൾ എല്ലാം കൂടെ ഓട്ടോ ആയിരുന്നു. കാരണം ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പോകാൻ പാടില്ല എന്നുള്ളത്, കാരണം വേറൊരാളുടെ കയ്യിലോട്ട് പോകാൻ പാടില്ല എന്നൊരു സംഭവം വെച്ചിട്ട് നമ്മൾ അങ്ങനെ കുറേ ഓട്ടത്തിനിടയ്ക്ക് ഇത് ഓക്കെ ആയി. അതിനുശേഷം അതിന് ശേഷം ആ ഒരു വീട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ആ പാക്ക് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ആ ഒരു റൂംസ് ഒന്ന് കാണണം കേട്ടോ. നമ്മൾ കുറച്ച് മുന്നിൽ നിന്നത് ആ റൂംസ് ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. കാരണം അത് ഭയങ്കര പരിതാപമാണ്. കാരണം ചെന്ന് പെട്ടുപോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ചോദിക്കാം, ഇതെന്ന് നിങ്ങൾ നോക്കി കണ്ടല്ലേ എടുത്തത്? അതെന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നതാണ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഇതുണ്ട്. കാരണം ഇതിന് മുന്നേ നിന്നിരുന്നതും നമ്മളെന്ന് പറയുമ്പോൾ കാരണം പെട്ടെന്ന് അത്ര പറ്റിയൊരു സ്റ്റേജിലായിരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഇതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബസ് ചെയ്യാനും പിന്നെ ബാക്കിയുള്ള ഇതെല്ലാം കൂടെ നമുക്ക് ചെന്ന് എത്തപ്പെടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ
നോക്കിയ വീടല്ലേ. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന വീടാണ് കേട്ടോ. ഇത് കുറച്ച് ആക്സസ് ആണ്, എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ബാക്കി അങ്ങോട്ട് വരുന്ന വീഡിയോ ഞാൻ അടുത്ത പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് മീൻസ് ഇതിൽ കൊടുത്ത് ഈ വീഡിയോ എടുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കണ്ടു നോക്കുക. കാരണം നിങ്ങൾ അത്രയും ഇത് പാടുപെട്ടായിരുന്നു. കാരണം കുറേ റൂംമേറ്റ്സിനെ നോക്കുക, പിന്നെ റൂംമേറ്റ്സ് കിട്ടാതാവുക, അങ്ങനെ കുറേ കാരണം അവർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഈ വണ്ടി ഇല്ലാത്തവർക്ക് പെട്ടെന്ന് അക്സസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, ബസ് സ്റ്റോപ്പിൽ പോകാനും മറ്റേതൊക്കെ കാര്യങ്ങളായിട്ട്. കാരണം ഞങ്ങളുടെ നേരത്തെ എടുക്കുന്ന വീടെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ബാക്കിലോട്ട് വരണം. അതായത് മെയിൻ റോഡിൽ നിന്ന് കുറേ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് നടന്ന് പോകാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്ക് വണ്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അവർക്ക് ഞങ്ങൾക്ക് സീനായിട്ട് തോന്നി. പക്ഷേ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് എല്ലാവർക്കും നമുക്ക് റൂമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ വണ്ടി ഉള്ളവർ തന്നെ കിട്ടണമെന്നില്ലല്ലോ. ചിലർക്ക് വണ്ടി കാണത്തില്ല, ഫെസിലിറ്റി കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോക്കിയിട്ടൊക്കെയാണ് റൂം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ കാണട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മളിത് അപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹോളിലെല്ലാം വെച്ചിരിക്കുന്നത് തന്നെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് തന്നെ മനസ്സിലാൻ പരിതാപകരമാണെന്നുള്ളത്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ആൾ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ചിട്ട് പോയത് ആളിവിടെ അല്ല. ഈ ഒരു ഡോർ എന്ന് പറയുന്നത് അപ്പുറത്തൊരു ഹോട്ടലാണ് കേട്ടോ. ഈ ഹോട്ടലായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നൊരു ഡോറാണ് ഇത് സീൽ ചെയ്ത് ഇതുപോലെ സെലട്ടപ്പെട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക. അങ്ങനത്തെ ഒരു ഡോറും കൂടെയാണ്. പിന്നെ ഒരു പ്രത്യേക കുറവാണ്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലെ ഈ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ബാത്റൂമിൻ്റെ അങ്ങോട്ട് കണക്ട് ചെയ്താണ്, അത് സീൽ ചെയ്തിരിക്കുക. പിന്നെ ഇത് ബെഡ്, ഞാൻ കിടക്കാനുള്ള ബെഡ്, പിന്നെ ജനലൊക്കെ ഈ ഒരു കോലത്തിലാണ്. ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ. ഇത് ഹോളിൽ തന്നെ ഒരു ജനലാണ്. ഇതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ കിച്ചണിൻ്റെ സൈഡാണ് വരുന്നത്. അവിടെ ക്ലീൻ ചെയ്തതിൻ്റെ തുണിയൊക്കെ എടുത്ത് ഇതിലിടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ വെട്ടം പോലും കിട്ടത്തില്ല. ഇത് ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ടിൽ ആ ഹോട്ടലിൻ്റെ കിച്ചണിൻ്റെ അപ്പുറത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മതിലും ബാക്കി ആ വഴിയും കൂടെയാണ്. അത് ഞങ്ങളുടെ വണ്ടിയും പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ. അതിന് ഫെസിലിറ്റി ഇല്ല, നിങ്ങൾ നോക്കിയോ. അതുപോലെ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഈ ഹോളിൽ നിന്ന് ബാത്റൂമിലോട്ട് കയറുന്നത്, ബാത്റൂമിൽ കിച്ചണും കയറുന്നതാണ്. ഈ ഒരു ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ കണ്ട ബെഡ്റൂമിലോട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ ബാത്റൂം പറയണ്ട, ഇത് അകത്ത് കയറി കഴിഞ്ഞാൽ അകത്തിൽ നിന്ന് ലോക്ക് ഇടാൻ പറ്റത്തില്ല. അതാണ് ബാത്റൂം. പിന്നെ കൂടുതൽ ഈ സ്റ്റെയിനുള്ള വെള്ളമാണ്. കാരണം ഈ ഓരെന്നൊക്കെ പറയുന്ന നാട്ടിൽ അങ്ങനത്തെ വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് കറ പിടിക്കുക. അതിനേക്കാളും ഇതുപോലെ തന്നെയാണ് ഇവിടെ. ഈ ഒരു ബാത്റൂമാണ് എല്ലാവരും മെയിനായിട്ട് യൂസ് ചെയ്യുക, മറ്റധികം യൂസ് ചെയ്യാറില്ല. ഇത് ആ വെള്ളം വീണിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷവറാണെന്നുണ്ടെങ്കിൽ ഷവർ ഫിറ്റ് ചെയ്തിട്ടുമില്ല, വർക്കിങ്ങും അല്ല. ഭയങ്കര എന്താ പറഞ്ഞാൽ ശരിക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ഊരിയിട്ട് വേറെ വെക്കണം. ഞങ്ങൾ അത്രയും പൈസ കൊടുത്തിട്ട് അയാൾ വെക്കേണ്ടതാണ്, ആൾ വെച്ചിട്ടുമില്ല. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ഈ വെള്ളം വീണുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് കറപിടി. ഈ ഡോറെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ബെഡ്റൂമായിട്ട് കണക്ട് ചെയ്യുന്ന ഡോറാണ് കേട്ടോ. അത് ഇതുപോലെ സീൽ ചെയ്ത് വെച്ചിരിക്കുക ഇവിടെ. ഇത് കിച്ചണാണ്. കിച്ചൺ ഏരിയയുടെ ഈ സൈഡിലൊക്കെ ഈ സിങ്കൊക്കെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു ഇത് സംഭവമല്ലേ കിച്ചണിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര സ്റ്റെയിനും കാര്യങ്ങളാണ്. പിന്നെ ഈ എല്ലാ ഡോറിൻ്റെ അവിടെ ഇതുപോലെ ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട്. കാരണം പാറ്റ ശല്യം. പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇത് കയ്യിലാവും, പിന്നെ കഴുകളയാൻ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ പുതിയ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ പിന്നെ ഇട്ടയക്കാം. ഇപ്പോൾ എന്തായാലും നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്യണം. ഇപ്പോൾ 11:30. ഞങ്ങൾക്ക് കുറേ മുന്നേ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്ന് ആകെ ടയേർഡായി ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല വീട്. ഞങ്ങളൊക്കെ നല്ലൊരു വീട്ടിൽ നിൽക്കണം. ഷെയർ റൂമാണ്, നല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും കൂടെ നല്ലൊരു വീട്ടിൽ നിൽക്കണമെന്ന് വെച്ചു. അപ്പോൾ അതുപോലൊരു വീട് ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നാണ്. അവിടെ നിന്ന് മാറാൻ നേരത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടായി. കുറേ എന്ന് പറയുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. ഞാനത് കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു. കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് മാറിയത് തന്നെ. അത് ഭയങ്കരമായിട്ടുള്ള രീതിയായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ആ വീഡിയോ. ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് സമാധാനം. എന്നാന്നറിയത്തില്ല, ഈ എന്താ പറയുക, ഈ ഇരുട്ടടങ്ങിയ ഒരു ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്ത് വെളിച്ചത്തിലേക്ക് വന്നൊരിത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ മെയിൻ വീക്ക്നെസ്സാണ് കേട്ടോ. എവിടെയെങ്കിലും മിറർ കണ്ടു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു വീക്ക് പോയിൻ്റാണ്. ഞാൻ അവിടെ വന്ന് പോകുന്ന നോക്കി നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പ്ലേസാണ് കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരാഴ്ചയായി കേട്ടോ. ഒരാഴ്ചയോളം ആയി ഞാൻ എടുത്തപ്പോഴത്തേക്ക് തന്നെ. കാരണം കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു. കുറേ ഇത് കാരണം ഇങ്ങോട്ട് വരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തീർത്ത് വരുമായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പായിട്ട് എല്ലാം റെഡിയായി വന്നപ്പോൾ ഇത്രയും ടൈം എടുത്തു. കാരണം അവിടെ നിന്ന് അത് നമുക്കത് ഓക്കെ ആക്കി മാറ്റിയാലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. എൻഡിങ് പറയണം വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്നു. ഇനിയും പുതിയ വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഞാൻ എന്തായാലും ഇതിവിടെ വെച്ചിട്ട് എൻ്റെ അപ്പ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനതിൻ്റെ ഈ വീടിൻ്റെ വിശേഷങ്ങളും, കാരണം എല്ലാം റെഡിയാക്കാനുണ്ട്, സാധനങ്ങളെല്ലാം അങ്ങ് ഇരിക്കുകയല്ലേ. അപ്പോൾ കുറേയൊക്കെ റെഡിയാക്കിയിട്ട് അടുത്തൊരു പുതിയൊരു വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അത് 2 വീഡിയോ ആയിട്ടായിരിക്കും, എനിക്ക് 2 സ്റ്റോറീസ് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സ്റ്റോറീസ് ആയിട്ടായിരിക്കും ഇടുക. അപ്പോൾ ഞാനത് പുതിയ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതുവരെയാണ്. അപ്പോൾ ബാക്കി പുതിയ വീഡിയോസ് കാണാനായിട്ടും എൻ്റെ പുതിയ അപ്ഡേഷൻസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ മുവ.